ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത നോസിലും അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്ത ബട്ടർ ക്രീമും വെച്ചിട്ടുള്ള ഒരു ഐസിങ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഇട്ടിരുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീട്ടിൽ നോസിലുണ്ടാക്കുന്നതും അതുപോലെ ബട്ടർ ക്രീം ഉണ്ടാക്കുന്നതിൻ്റെയും റെസിപ്പിയുടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബട്ടർ ക്രീം ഇതുപോലെ 2 ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ 2 ദിവസം ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ബട്ടർ ക്രീമാണിത്. അപ്പോൾ നമ്മൾ അടച്ച് തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പിട്ടായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും മുമ്പ് എടുത്ത് വെച്ചാലേ ഒന്ന് ലൂസ് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫുഡ് കളർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മിൽക്ക് ഷേക്ക് മിക്സ് ഉണ്ടല്ലോ, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇതുപോലുള്ള കളേഴ്സും നിങ്ങൾക്ക് ഇതിന് പകരം ഉപയോഗിക്കാം. ഇത് ലിക്വിഡ് കളറാണ്, എന്നാലും ഉപയോഗിക്കാം. പിന്നെ ജെൽ കളറാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനിവിടെ ജെൽ കളർ എടുത്തിട്ടുണ്ട്. റെഡ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുത്ത് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ജെൽ കളർ ഇതുപോലെയാണ് നമ്മളെടുത്തിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബട്ടർ ക്രീം ഐസിങ് നമ്മളിതുപോലെ കളേഴ്സൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐസിങ് ബാഗിൽ ഇത് എല്ലാം ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് സമയം കൂടി വെക്കുക. ഒരു 15 മിനിറ്റൊക്കെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് തിക്കാവും. ഒരുപാടങ്ങ് സമയം വെക്കരുത്. നല്ല കട്ടിയായി പോയാൽ നമുക്കിത് പൈപ്പിംഗ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ഇതുപോലെ കളേഴ്സ് ചേർത്തിട്ട് ഒരു ഐസിങ് ബാഗിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിപ്പോൾ ഒന്ന് ലൂസായിട്ടുണ്ട്, നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ടൊരു 15 മിനിറ്റ് വെക്കണം. എന്നാലേ ഒന്നുകൂടി ഒന്ന് തിക്കാവുമ്പോൾ നമുക്ക് നന്നായിട്ട് പൈപ്പിംഗ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സും പ്രത്യേകം പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് നോസിൽ തന്നെയാണ് ഞാൻ ഇതിനുള്ളിലേക്ക് ഇടുന്നത്. ഇത് ലീഫിൻ്റെ ഷേപ്പുള്ള നോസിലാണ്. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ചേർത്ത ആ ഗ്രീൻ കളർ ബട്ടർ ക്രീം നമുക്കിതിനുള്ളിലേക്ക് വെക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ, 15 വേണ്ടെന്ന് തോന്നുന്നു, ഒരു 10ഓ 15ഓ നിങ്ങൾക്ക് നോക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് നോക്കുക. കട്ടിയായെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ കൂടുതൽ സമയം വെക്കരുത്. ബട്ടറാണ് പെട്ടെന്ന് കട്ടിയായി പോവും ഫ്രിഡ്ജിലിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാ കളേഴ്സും പ്രത്യേകം പൈപ്പിംഗ് ബാഗിലോട്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ കളേഴ്സൊക്കെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ക്രീം ഐസിങ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു കേക്കിൻ്റെ മുകളിലേക്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ വിപ്പിംഗ് ക്രീം വെക്കുന്നതിനെക്കാട്ടിലും നല്ല ഈസിയാണ് ബട്ടർ ക്രീം വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തുടക്കക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഇതുപോലെ ബട്ടർ ക്രീം വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ വെച്ചിട്ട് ഇതുപോലെ ക്രീം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്യാമെന്നേ ഉള്ളൂ. അത്ര ടേസ്റ്റ് കാണില്ല. ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഐസിങ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത അതേ നോസിൽ തന്നെയാണ്. അപ്പോൾ ഈ നോസിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഡെക്കറേഷൻസൊക്കെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഇത് വെച്ചിട്ട് നമുക്ക് റോസും വരച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചുറ്റി എടുക്കുകയാണെങ്കിൽ റോസാപ്പൂ ഇല്ലേ, അതേ ഷേപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇനി നോസിൽ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് പല ടൈപ്പ് വെറൈറ്റി നോസിലൊക്കെ വേണമെങ്കിൽ പുറത്തു നിന്ന് മേടിക്കാം. മെനക്കെടാനൊക്കെ ഇഷ്ടമില്ലാത്തവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു നിന്ന് മേടിക്കാം. അല്ല വീട്ടിൽ ചെയ്തെടുക്കാൻ മാത്രമായിട്ട് മതിയെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലുള്ള ഡെക്കറേഷൻസ് മതി. നമുക്ക് പുറത്തും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലുള്ള ഡിസൈൻസൊക്കെ സിമ്പിളായിട്ട് പുറത്തും ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് പല ടൈപ്പായിട്ട് നമുക്ക് പറ്റില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു യുക്തിക്ക് അനുസരിച്ചിട്ട് നോസിൽ പല ടൈപ്പിന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, പല ഷേപ്പിനുള്ളത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത നമ്മുടെ നോസിലാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല ലീവ്സൊക്കെ വരയ്ക്കാൻ പറ്റും. കണ്ടോ, വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും ആക്കിയാൽ മതി. നല്ല ഷേപ്പായിട്ടുള്ള ലീവ്സ് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, എന്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്, അതും വീട്ടിലുണ്ടാക്കിയ നോസിൽ വെച്ചിട്ട്. അപ്പോൾ അടുത്ത നോസിൽ നമ്മൾ എടുക്കുന്നത് റോസിൻ്റെ ഷേപ്പിലുള്ള നോസിൽ, അതായത് നമ്മൾ നേരത്തെ ഡെക്കറേഷൻ ചെയ്തില്ലേ, അത് ഉള്ളിലേക്ക് കുറച്ച് അമർത്തി കൊടുത്താൽ മതി. ഞാൻ നോസിലുണ്ടാക്കിയ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ഉള്ളിലേക്ക് അമർത്തി കൊടുത്താൽ ഇതുപോലെയുള്ള റോസ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റോസ് നമുക്ക് രണ്ട് രീതിയിലുണ്ടാക്കാം. ഇനി അടുത്തതായിട്ട് ഇതുപോലുള്ളൊരു സ്റ്റാൻഡാണ് വേണ്ടത്. ഇത് നമുക്ക് റോസ് ഇതിനുള്ളിൽ വെച്ചിട്ട് വരച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ വെക്കുന്നത്. ആദ്യം ഒരു ഇച്ചിരി ബട്ടർ ക്രീം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ടൊരു ചെറിയ ബട്ടർ പേപ്പർ ഇതുപോലെ വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് റോസ് വരച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുക്കുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ റോസ് എടുത്തിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് വെക്കാം. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതും നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത അതേ നോസിൽ തന്നെയാണ്, ചെരിഞ്ഞ് ഇരിക്കുന്നൊരു നോസിലാണിത്. തുടക്കമൊക്കെ കുറച്ച് പാടായിരിക്കും, പിന്നെ ശീലിച്ച് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതുപോലെ ഓരോ ഇതളായിട്ട് വേണം നമുക്കിത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ ചുറ്റി ചുറ്റി ഇതളുകൾ വരച്ചെടുക്കുക. അപ്പോൾ ഇത് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല, നമുക്കിതിനേക്കായി നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിനേക്കായി ബെറ്ററായിട്ട് നന്നായിട്ട് വരച്ചെടുക്കാൻ നോക്കുക. നല്ല ഷെയ്പ്പായിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു റോസാപ്പൂവിൻ്റെ ആ ഒരു ഷെയ്പ്പാകുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ നേരെ അങ്ങ് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ റോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇതുപോലെ ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടിയാകുമ്പോൾ എടുക്കും. ഫ്രീസറിൽ വെക്കുക, അതാകുമ്പോൾ പെട്ടെന്ന് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് അങ്ങോട്ട് ഫ്രീസറിലോട്ട് മാറ്റി വയ്ക്കുകയാണ്.
ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ വരയ്ക്കാൻ കണ്ടോ, ഇതുപോലുള്ള ഡിസൈൻസ് നമുക്കിത് വെച്ചിട്ട് വരച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഡിസൈൻസൊക്കെ വരച്ചെടുക്കാൻ പറ്റുന്നോ അതേപോലെയൊക്കെയുള്ള ഡിസൈൻസ് നിങ്ങൾ വരച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഞാൻ ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട്, അതുകൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഇതുപോലെ വരച്ചെടുക്കാം. പിന്നെ നമുക്ക് നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ക്രീം ഐസിങ് ഉണ്ടാക്കിയിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്, പെട്ടെന്ന് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുകൂടി ഒന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരച്ചെടുത്ത റോസാണ് കണ്ടോ, ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് എടുത്താൽ കണ്ടോ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തോട്ട് വയ്ക്കാം. ഇതും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് എടുക്കാം. ശരിക്കും ഇങ്ങനെ വെക്കുന്നതിനൊക്കെ നല്ലത് നമ്മൾ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ വെക്കുന്നതാണ്. അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മളിതുപോലെ എടുക്കുമ്പോൾ. ബട്ടർ പേപ്പർ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ തന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ പ്ലേറ്റിലോട്ട് ഡിസൈൻസൊക്കെ വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. കണ്ടോ, എല്ലാം നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി വരും. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൂടി കൊടുക്കാൻ മറക്കരുത്.